Hey, Saj here. Happy International Reading Day to all book folks out there. എന്നോട് എന്നെ അറിയുന്ന മിക്കവരും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, വായന തുടങ്ങിയത് എപ്പോൾ മുതലാണ്, എങ്ങനെയാണ് ഇങ്ങനെ പുസ്തകങ്ങൾ വായിക്കാൻ പറ്റുന്നതെന്നൊക്കെ. റീഡിംഗ് എന്ന് പറയുന്നത് ഒരു ഡിവൈൻ ആക്ടിവിറ്റിയാണ്. ഒരിക്കലും നമ്മളതിൻ്റെ രസം അറിഞ്ഞാൽ, ഒരിക്കലും അതിലേക്ക് വീണുപോയാൽ പിന്നൊരു തിരിച്ചുവരവില്ല എന്നാണ് എൻ്റെ ഒരിത്. അങ്ങനെ വായന എങ്ങനെ തുടങ്ങാം, അതിൻ്റെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് റീഡിംഗ് ഡേൻ്റെ വരവ്. അപ്പോൾ ഇതാണല്ലോ പറ്റിയ സമയം. എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ, ഞാൻ അങ്ങനെ ഇന്ന പ്രായത്തിൽ അല്ലെങ്കിൽ ഇത്രയും ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അങ്ങനെയൊന്നും വായിക്കാൻ തുടങ്ങിയതല്ല. ചെറുപ്പം മുതലേ ഞാൻ വായിക്കുമായിരുന്നു. വായിക്കാൻ അറിയാത്ത സമയത്ത് പോലും വെറുതെ പുസ്തകങ്ങൾ പിടിച്ചിങ്ങനെ നടക്കുമായിരുന്നു. എൻ്റെ ഉമ്മ എന്നെ പറഞ്ഞിങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു പേനും പേപ്പറും കിട്ടിയാൽ എഴുതാൻ അറിയില്ലെങ്കിൽ പോലും വെറുതെ എന്തെങ്കിലുമൊക്കെ വരച്ചിടുന്നൊക്കെ. അതായത് അത്ര ചെറുപ്പത്തിലെ പേനും പേപ്പറും പുസ്തകമൊക്കെ കൈ കിട്ടിയാൽ വെറുതെ വിടില്ലെന്നർത്ഥം. എന്നുവെച്ച് പഠിപ്പിച്ച് ആ ലെവലിലേക്കുള്ള ബുക്സ് കമ്പനിയൊന്നും ആയിരുന്നില്ല. ഞാൻ നടന്നു പോയ പുസ്തകങ്ങളുടെ ലോകം വേറെ തന്നെ ആയിരുന്നു. കഥകളുടെയും ഫാൻറ്റസിയുടെയൊക്കെ ഒരു മായാലോകം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ചെറുപ്പത്തിൽ ഞാനും ഉമ്മയും വീട്ടിലേക്ക് ആവശ്യത്തിനുള്ളൊരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരെ ഏതൊരു സ്ഥലത്ത് പോയ സമയത്ത് അവിടെ അടുക്കി വെച്ച പുസ്തകങ്ങൾ ഇങ്ങനെ നോക്കി നിന്നിട്ട് അവസാനം തിരിച്ചു വരുമ്പോൾ അയാൾ എനിക്കൊരു കഥാപുസ്തകം തന്നു. അതെനിക്കിപ്പോഴും ഓർമ്മയുള്ളൊരു സംഭവം. അങ്ങനെ എത്രയോ ചെറുപ്പത്തിൽ ഓർമ്മയാണ് അതൊക്കെ. അങ്ങനെ തന്നെ കളിക്കുടുക്ക, ബാലരമ, ബാലഭൂമി പോലത്തെ ചെറിയ കഥാപുസ്തകങ്ങളോടാണ് ശരിക്കും വായനയുടെ തുടക്കം എന്ന് പറയാം. കുറേ കഥ ബുക്ക് വാങ്ങി അവസാനം സ്കൂൾ കൂട്ടി പുസ്തകങ്ങൾ വിൽക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കഥാപുസ്തകമായിരിക്കും ഏറ്റവും കൂടുതലുണ്ടാവുക. അതുപോലെ തന്നെ ഈ സ്ക്രാപ്പിൽ നിന്ന് ഇതുപോലെ ബാക്കിയുള്ളവർ കൊണ്ടുവരുന്ന പുസ്തകങ്ങൾ, വായിക്കാത്ത കഥാപുസ്തകങ്ങളൊക്കെ ബാലരമയും ബാലഭൂമിയൊക്കെ ഉണ്ടെങ്കിൽ ₹1 കൊടുത്തത് വാങ്ങിക്കൊണ്ടുവന്നതും വായിക്കും. പിന്നെ സ്കൂൾ ലൈബ്രറി തപ്പിപ്പിടിച്ച് കണ്ടെടുക്കുന്ന വായനശാലകൾ, അങ്ങനെയൊക്കെ ആയിട്ടാണ് റീഡിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ആദ്യമായിട്ട് സ്വന്തമായിട്ടൊരു പുസ്തകം വാങ്ങുന്നത് വീടിനടുത്തുള്ള കടയത്തെ പറ്റില്ലായിരുന്നു. അതിൻ്റെ പൈസ ഉമ്മയിപ്പോൾ ആരെങ്കിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അന്നത് ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. അന്ന് ₹200 എന്തോ ആയിരുന്നു ആ പുസ്തകത്തിൻ്റെ വില. പക്ഷെ അന്നത് വലിയ പൈസയായിരുന്നു. പിന്നെ ബീച്ചിലൊരു എക്സിബിഷനിൽ പോയ സമയത്ത് അളിയന് 3 പുസ്തകങ്ങൾ വാങ്ങി തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ ബുക്സിൻ്റെ കളക്ഷൻ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ 100-ലധികം ബുക്ക് കളക്ഷൻസ് ഉണ്ട് എനിക്ക്. ഒറ്റ ഇരിപ്പിനും ഒരു ദിവസം കൊണ്ടൊക്കെ വായിച്ച് തീർക്കുന്നതിന് പലരും അത്ഭുതത്തോടെ നോക്കുന്നത് കാണാറുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ അത് തീരുന്നത് അറിയില്ല, അത്രയുള്ളൂ കാര്യം. ഒരുപാട് വായനകൾക്കിടയിൽ സ്വന്തമായൊരു പുസ്തകം ചെയ്യുകയും ഒരുപാട് എഴുത്തുകാർക്കൊപ്പം 5-ലധികം ആന്തോളജികളുടെ ഭാഗമാവാനും കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. ഇനി എങ്ങനെ വായന തുടങ്ങാം എന്നുള്ള എൻ്റെ ഒരു ഫോർ ബിഗിനേഴ്സിനുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, വായന എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട നല്ലൊരു ഹാബിറ്റ് തന്നെയാണ്. ഇപ്പോൾ ഫോണിലിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാൾ പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ വായനാശീലം തീരെ ഇല്ലാത്ത ഒരാളാണെങ്കിൽ ചെറിയ പുസ്തകങ്ങൾ ആദ്യം വായിച്ചു തുടങ്ങാം. ഓരോ ദിവസം ഓരോ പേജ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്സ് എങ്കിലും വായിക്കാം. സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളൊക്കെ ഇതുപോലെ ദിവസം വായിക്കുന്നത് ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാനും ഹെൽപ്പ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വായനയെക്കുറിച്ച് പറയാൻ. റീഡിങ് എനിക്കൊരിക്കലും മടുക്കാത്തൊരു സംഗതിയാണ്. അപ്പോൾ എല്ലാവരും വായിക്കാൻ നല്ല ഹാബിറ്റ്സുകളൊക്കെ ഉണ്ടാക്കിയെടുക്കുക. പ്രത്യേകിച്ച് കുട്ടികൾ. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഫോണിലാണ്. അപ്പം പുസ്തകങ്ങളൊക്കെ ചേർത്ത് പിടിക്കാം. ഹാപ്പി റീഡിങ് ഡേ.